ടാറ്റ ഗ്രൂപ്പിൻ്റെ നേരത്തെ പറഞ്ഞ അവരവരുടെ വിശദീകരണം, ഈ വിഷയത്തിൽ വിശദീകരണമല്ല, അവരവരുടെ അങ്ങേയറ്റം വലിയ ദുഃഖം പങ്കുവെച്ചുകൊണ്ട് ഈ കുടുംബാംഗങ്ങൾക്ക് നൽകാൻ പോകുന്ന സഹായത്തിൻ്റെ കൈത്താങ്ങിൻ്റെ ഒക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അതാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ചെയർമാൻ ടാറ്റ സൺസ് ചന്ദ്രശേഖരനാണ് ഈ വിവരം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം അഹമ്മദാബാദിലേക്കുള്ള യാത്രയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അഹമ്മദാബാദിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുമെന്ന് മുംബൈയിൽ നിന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയാണ്. അദ്ദേഹം അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. അദ്ദേഹം ടാറ്റ സൺസ് ചെയർമാൻ ഈ ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. 1 കോടി രൂപയാണ് നൽകുന്നത്. ചികിത്സ ഏറ്റെടുക്കുന്നു മുഴുവൻ ആളുകളുടെയും. അതുപോലെ ആ ഹോസ്റ്റലിൻ്റെ കേടുപാടുകൾ തീർക്കും. ആ ഹോസ്റ്റലിലാണ് മറ്റൊരു ഹൃദയഭേദകമായ കാഴ്ച നമ്മൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. അവിടുത്തെ ജൂനിയർ ഡോക്ടേഴ്സ് 3 പേരാണ് മരിച്ചത്. മരണസംഖ്യ കൂടുമെന്ന ആശങ്കയുണ്ട്. അവിടെ 60ഓളം ജൂനിയർ ഡോക്ടേഴ്സിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ആ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടയാൾ അദ്ദേഹം പറയുന്നത് എന്നെ ആംബുലൻസിലേക്ക് കയറ്റി അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം അവിടെ എത്തിയ തന്നോടൊപ്പം ഉണ്ടായിരുന്നവരോട് പറയുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്, അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ ആക്സിഡൻസ് ആ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസി നൽകുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ നൽകാൻ കഴിയും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ അഹമ്മദാബാദിൽ ഈ ആക്സിഡൻറ്റ് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. കേന്ദ്ര വ്യോമയാന മന്ത്രി അവിടെ എത്തിയിരുന്നു. ഉന്നതതല യോഗം ചേരാനിരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ എത്തുന്നുണ്ട്. ഇന്നാണോ നാളെയാണോ അവിടെ എത്തുക എന്നറിയില്ല. ഈ വാർത്താ ഏജൻസി നൽകുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് നൽകാമെന്നാണ് തോന്നുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് വാർത്താ ഏജൻസി നൽകുന്ന ദൃശ്യങ്ങളാണ്. അവിടെ ഈ അപകടം നടന്ന ഹോസ്റ്റലിന് മുന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തിയിട്ടുണ്ട്. അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. കേന്ദ്രമന്ത്രിമാരുടെ ഒരു സംഘം അവിടെ എത്തിയിട്ടുണ്ട്. വിദഗ്ധർ എന്ന് നമ്മൾ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിയോഗിച്ച ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു എക്സ്പേർട്ട് ടീം ആ സ്പോട്ട് വിസിറ്റ് ചെയ്ത് ഇതിനോടകം വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതിൽ തന്നെയാണ് ഒരുപക്ഷെ ആവർത്തിക്കേണ്ടത് ആ വിവരം തന്നെയാണ്, ആ ഇൻഫർമേഷൻ തന്നെയാണ്. ഈ മഹാദുരന്തത്തെ പറ്റി നമ്മൾ പറയുമ്പോഴും ആശ്വാസത്തിൻ്റെ ഒരു ചെറിയ കണിക എന്ന മട്ടിൽ നമുക്ക് ഒരു ജീവൻ അവിടെ ബാക്കിയുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പറയാം. അദ്ദേഹം ചികിത്സയിലാണ്, കാര്യമായ പരിക്കുകളില്ല. എമർജൻസി എക്സിറ്റിലൂടെ പുറത്തിറങ്ങി നടന്നു വന്ന് എനിക്ക് ചുറ്റും മൃതദേഹങ്ങളായിരുന്നു എന്നും എൻ്റെ സഹോദരനെ എനിക്ക് നഷ്ടമായെന്നും 30 സെക്കൻഡ് കൊണ്ട് എല്ലാം കത്തിച്ചാമ്പലായി എന്നും ഞാൻ എഴുന്നേറ്റ് ഓടി എന്നും പറയാൻ ബാക്കി വെച്ച ഒരു ജീവൻ. അതാണ് ഈ വൈകുന്നേരം ഈ വലിയ ദുരന്തത്തിനിടയിലും നമുക്ക് ആശ്വാസത്തിൻ്റെ ഒരു നേരിയ കണിക എന്ന മട്ടിൽ പറയാൻ കഴിയുന്നത്. വിമാനത്തിൻ്റെ എൻജിൻ തകരാറിലായതാണ് അപകട എന്നൊരു വിവരം വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഔദ്യോഗികമായി ഏതെങ്കിലും ഏജൻസികൾക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്താണ് ഈ അപകട കാരണമെന്ന്. പക്ഷേ അപ്പോഴും അതിൻ്റെ എൻജിൻ തകരാറിലായി എന്നത് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ഒരു മേഡേ കോൾ എന്ന് വെച്ചാൽ ആ പൈലറ്റ് ഇതാ ഞങ്ങൾ ഒരു വലിയ ദുരന്തത്തെ നേരിടാൻ പോകുന്നു എന്ന് എയർ ട്രാഫിക് കൺട്രോൾ ATC അറിയിച്ച ആ കോള് ഈ എൻജിൻ തകരാറിനെ പറ്റി പറയാനായിരിക്കാം. പിന്നീടുള്ള ഒരു ചോദ്യത്തിനും പൈലറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈയും ഉണ്ടായില്ല. ഈ അവിടെ നിന്ന് രക്ഷപ്പെട്ട യാത്രക്കാരൻ പറഞ്ഞതുപോലെ വിമാനം അതിൻ്റെ റൺവേയിൽ നിന്ന് ഉയർന്ന് അരമിനിറ്റ് കൊണ്ട് അതൊരു വലിയ അപകടത്തെ നേരിട്ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ പൈലറ്റിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ വിമാനം ഒരു അഗ്നിഗോളമായി മാറിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ നമ്മൾ പറഞ്ഞ ആ യാത്രക്കാരൻ രമേശ് വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ ജീവനോടെ തിരികെ വന്ന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം ചികിത്സയിലാണ്. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയട്ടെ എന്നതാണ് അതാണ് ആ പ്രതീക്ഷയാണ്. അതാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ അപകടത്തെ പറ്റി നിർണായകമായ വിവരങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നത് ഒരു ലേമാൻ്റെ കാഴ്ചപ്പാടിലാണെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിലാണെങ്കിലും ശരി, അദ്ദേഹത്തിന് ആ വിമാനത്തിൽ ഉള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ അദ്ദേഹം ബാക്കിയുണ്ട് എന്നതാണ് ഈ വൈകുന്നേരത്തെ ഒരു ആശ്വാസം. നമ്മൾ ഒരു വലിയ ദുരന്തം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആകാശ ദുരന്തങ്ങളിൽ സാങ്കേതികമായി പറഞ്ഞാൽ രണ്ടാമത്തേതാണ്. 2 വിമാനങ്ങൾ അന്തരീക്ഷത്തിൽ കൂട്ടിയിടിച്ച് 300-ലധികം യാത്രക്കാർ മരിച്ച ഒരു അപകടമാണ് നമ്മളുടെ മുന്നിലുള്ളത്. അത് രണ്ടും നമ്മളുടെ ഇന്ത്യൻ വിമാനങ്ങളായിരുന്നില്ല, വിദേശ വിമാനങ്ങൾ. ഇന്ത്യൻ ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചുണ്ടായ
ഒരു വലിയ ദുരന്തം. അതിൽ 300-ലധികം യാത്രക്കാർ മരിച്ചതാണ് ഇതിനു മുമ്പുള്ള നമ്മളുടെ ഒരു അനുഭവം. അത് കഴിഞ്ഞാൽ നമ്മളുടെ യാത്രക്കാർ എന്ന് വെച്ചാൽ ഇന്ത്യക്കാരുൾപ്പെടെ അപകടത്തിൽ ഇരകളായ ഒരു വലിയ ദുരന്തം. സാങ്കേതികമായി രണ്ടാമത്തെ ഇന്ത്യൻ ആകാശത്ത് നടക്കുന്ന, നമ്മളുടെ ടെറിട്ടറിയിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ അപകടം അതാണ് ഇത്. ആ അപകടത്തിലാണ് ഒരാൾ ജീവനോടെ നമ്മളുടെ മുന്നിലൂടെ നടന്ന് എന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റൂ, എനിക്കൊരു ആംബുലൻസിൻ്റെ അസിസ്റ്റൻസ് വേണം എന്ന് പറയാൻ ബാക്കിയുള്ള ഒരു യാത്രക്കാരൻ അദ്ദേഹത്തിൻ്റെ വിശദീകരണം, അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കാൻ പോകുന്ന രമേശ് വിശ്വാസ് കുമാർ എന്ന ആ യാത്രക്കാരൻ എമർജൻസി എക്സിറ്റിൻ്റെ സമീപമിരുന്ന 11A എന്ന സീറ്റ് നമ്പറിലിരുന്ന ആ യാത്രക്കാരൻ, അദ്ദേഹത്തിൻ്റെ സഹോദരനെയും സഹയാത്രികരെയും ഒക്കെ നഷ്ടമായെങ്കിലും അദ്ദേഹം ബാക്കിയുണ്ട് എന്നതാണ് ഈ മഹാദുരന്തത്തിനിടയിലും നമുക്ക് പറയാവുന്ന ഒരു നേരിയ ആശ്വാസത്തിൻ്റെ